ഞാൻ വിളിക്കാം. ഓക്കെ ഞാൻ വിളിക്കാം. എനിക്ക് താ. എന്താ എനിക്ക് താ. എന്ത്? ആ പഴം. ഏത് പഴം? ഞാൻ വിളിക്കാം. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാന്നല്ല പറഞ്ഞേ. ഞാൻ നാളെ ഇന്ന് ഗൾഫിന് പോവല്ലേ. അപ്പം എന്റെ കൂട്ടുകാരിങ്ങനെ ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയണ അവരുടെ നാളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഗൾഫിലോട്ട് പോലെ. അപ്പൊ കൂട്ടുകാർ സന്തോഷത്തോടെ എന്തോ പണം തന്നതായി. ഞാൻ വിളിക്കാന്ന് ഈ പറയണത്. എന്നാലും ചേട്ടാ 10 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചല്ലേ ചേട്ടാ. പെട്ടെന്ന് ചേട്ടനും ഗൾഫിൽ പോകുന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു കേട്ടോ. ഇനി സങ്കടപ്പെടാതെ. ഇപ്പൊ നമുക്ക് കുട്ടികളൊന്നും ഇല്ല എങ്കിലും ഗൾഫിൽ പോയി നമുക്ക് ജോലി എടുത്ത് ഇനി നമുക്കൊന്ന് ഡെവലപ്പ് ആകാം. അതല്ല ചേട്ടാ, ചേട്ടൻ പോയിരുന്നു ഇവിടെ ചേട്ടാ. ചേട്ടൻ പോണ്ടേട്ടാ. ഞാൻ പോണില്ല. പോന്നില്ലെന്നോ? അമ്മ ഇതാ വിസയ്ക്ക് കൊടുത്തിട്ട് പോന്നില്ലെന്നോ? അതിന്റെ പറച്ചിലാ പറയുന്നത്. എങ്ങനെ ജീവിക്കുമെന്നാ? താറാവിനെ ആട്ടി ഇങ്ങനെ നടന്നാ മതി. പോണം. അല്ല എന്നാ ഞാൻ പോയേക്കാം. പോവാന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പോ എന്റെ മനസ്സിൽ എന്തോ പോലൊന്ന് തോന്നു കേട്ടാ. സഹിക്കണില്ല. ഞാൻ അവിടെ ചെന്ന് ജോലി എടുത്ത് നിനക്ക് പൈസ അയച്ചുതരാം. നീ ഒരെണ്ണം മേടിച്ചു. എന്ത് സൈക്കിള്? സൈക്കിളില്ലെന്നാണോ പറഞ്ഞത്? എനിക്ക് സഹിക്കണില്ലെന്ന്. നീ അങ്ങനെ പറയാതെ എനിക്ക് സങ്കടം വരും. അങ്ങനെ പറയാ. എന്നാ ഞാൻ പോണില്ല. അതെന്തൊരു പറച്ചില് കേട്ടാ പറയണേ. ശാന്തയുടെ രമയുടെ ഒക്കെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ? 5-6 അവന്റെ മാല. ഇതോ 1.5 ഗ്രാമിന്റെ ഒരു മാല. എനിക്ക് ആഗ്രഹമില്ല നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കണമെന്ന്. ചേട്ടൻ ഗൾഫിൽ പോയേ പറ്റത്തുള്ളൂ. എന്നാ ഞാൻ പോകാം. ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ അല്ല അങ്ങനല്ല. ചേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ട് ചേട്ടാ? അതിനല്ലേ കുട്ടനാട്ടിൽ നിന്ന് എന്റെ അമ്മാവ് വരൂലേ. കുമ്മാവന്റെ കാര്യം ഒന്ന് എന്നോട് പറയാം. അമ്മാവൻ നിന്നെ നോക്കിക്കോളൂ. ഞാൻ 3 വർഷം കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് വരും. അതുവരെ നിന്നെ അമ്മാവൻ നോക്കിക്കോളൂ. അമ്മാവൻ ഇവിടെ ഒന്ന് താമസിക്കും. അമ്മാവൻ എന്ത് എന്നിട്ട് 2 ദിവസം മുമ്പേ ഈ വീട്ടിൽ വരാന്ന് പറഞ്ഞാണ് അമ്മാവൻ. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കൂടുതൽ വാചകം ഒന്നും അടിക്കണ്ട. 5 സെന്റ് സ്ഥലം ഉള്ളത് നിങ്ങളുടെ പെങ്ങൾക്ക് എഴുതി കൊടുത്തില്ലേ? ആ അമ്മാവന്റെ വാചകം ഒന്ന് നിങ്ങൾ കൂടുതൽ പറയരുത്. എനിക്ക് പരട്ട കളവൻ എനിക്ക് കണ്ണാലിമണി എനിക്ക് കണ്ടുകൂടാ. അങ്ങനെയൊന്നും പറയാതെ അമ്മാവൻ വരും. അമ്മാവൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല. അമ്മാവൻ വരും. അമ്മാവനെ കുറിച്ച് അങ്ങനെ പറയില്ല. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഒരു ചുമ അമ്മാവൻ ഞങ്ങളിപ്പം അമ്മാവനെ കുറിച്ച് ഇവളിങ്ങനെ വാദോരാതെ സംസാരിച്ച് നാക്കെടുത്തിട്ട് അലമാരത്തെ വെച്ചല്ലേ? ഇട്ടതേ ഉള്ളൂ. ഞാൻ പറയാന്ന് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നല്ലൊരു അമ്മാവൻ വേറെ ഇല്ലല്ലോ എന്ന് പറയാം. അവിടെ ഇരുന്നില്ല. ഞാൻ കേട്ടായിരുന്നു. ഞാൻ 2 ദിവസം ഇവിടെ വന്നിട്ട്. നിങ്ങളിവിടെ 2 ദിവസമായിട്ട് ഞങ്ങള് ഗൾഫിന് പോകുമല്ലോ. അപ്പൊ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാ. പർച്ചേസിംഗ് അല്ല, പർച്ചേസിന് എവിടെ പോയെന്ന് എവിടെയാണ് പോയത്? ഊട്ടി കൊടൈക്കനാലിലൊക്കെയാണ് പർച്ചേസിന് പോയത്. ഇപ്പൊ മനസ്സിലായി. എടാ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഡ്രസ്സൊക്കെ മൊത്തം അഴുക്കായി. അതെല്ലാം ഞാൻ കഴുകി അവിടെ ഇട്ടപ്പോ പിന്നെ കാണുന്ന ഇതാണ്. എടുത്ത് ഞാൻ അങ്ങനെ ഇട്ടു. നമുക്ക് എന്തായാലും അയ്യോ ഇത് തറ ഉടക്കുന്നായിരുന്നു. തറയാവുമ്പോ കുഴപ്പമില്ലടി. തറ അമ്മാവനെയാണോ തറയെന്ന് വിളിച്ചേ? അവനെന്നല്ലെന്ന്. ഈ തറ തുടയ്ക്കുമ്പോ തറയ്ക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. അത് വിഷയം. ശരി അമ്മാവനൊന്നും ഇട്ടെന്ന് പറഞ്ഞ് തറയ്ക്ക് അത് വലിയ വിഷയമൊന്നും ആക്കത്തില്ല. ഏതായാലും നീ വിദേശത്തേക്ക് പോകാൻ പോയാണ്. നിനക്കറിയാല്ല. നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അമ്മാവൻ നോക്കും. അമ്മാവന്റെ വീട്ടിലെ കാര്യം നോക്കണം, ഇവിടുത്തെ കാര്യം നോക്കണം. അത് നീ മനസ്സിലാക്കണം. നീ എനിക്കറിയാവോ മണി, അമ്മാവൻ കൊച്ചുനാളിൽ എന്നെ എടുത്തു വളർത്തിയത് അറിയാം. നിങ്ങൾ ഈ കുടുംബത്തിൽ പറഞ്ഞല്ലേ അമ്മാവൻ എടുത്തു വളർത്തിയാന്ന് പറഞ്ഞു? അങ്ങനെ ദത്തെടുത്ത് വളർത്തിയാന്നല്ല, പിന്നെ അമ്മാവൻ എന്നെ എടുത്ത് വളർത്തിയ ഒക്കെ തിരിച്ച് വളർത്തിന്ന്. അമ്മാവൻ ഓർക്കുന്നുണ്ടോ എന്റെ കുട്ടിക്കാലം? നിന്റെ കുട്ടിക്കാലോ? എന്റെ കുട്ടിക്കാലം? ചേട്ടാ എന്റെ കുട്ടിക്കാലത്ത് നീ ഇല്ലല്ലോ. പിന്നെ നീ എന്റെ കുട്ടിക്കാലം പറയണ കാര്യം തന്നെ ഇരിക്കണത്. അമ്മാവന്റെ കുട്ടിക്കാലം എന്റെ കുട്ടിക്കാലം. അത് അങ്ങനെ പറ. ഒരു നാടകശൈലി പിടിച്ചു വന്നായിരുന്നു. അല്ലേ ശരിക്കും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ സ്റ്റൈല് നല്ല കൊള്ളാം, സൂപ്പർ ആയിട്ട്. ഒരു കാര്യം ഒന്നും നീ പറയണ്ട. കരയാൻ വേണ്ടിട്ടല്ല ഞാൻ പറയട്ടെ. ചേട്ടനൊരു അസുഖം ഉള്ളത് ഏത് വണ്ടി കയറിയാലും കയ്യും തലയൊക്കെ എടുത്ത് പുറത്തിടും. അതുപോലെ ഈ വിമാനത്തിൽ കയറിയിട്ട് അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. വിമാനത്തിൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ലടി. മഴയൊക്കെ പെയ്ത് മഴയൊന്നും കൊള്ളില്ല കേട്ടോ. അതെങ്ങനെ വിമാനത്തിൽ ഒന്നും കൊള്ളൂല്ലെന്ന്? ചേട്ടാ ആകാശത്തോടല്ലേ ആദ്യം മഴ വരുന്നത്? ആദ്യം വിമാനത്തിലാ പെയ്യുന്നത്, പിന്നെ താഴേട്ട് വരത്തുള്ളൂ. മഞ്ഞുമലയിലൊക്കെ വന്ന് ഇടിച്ച് വിമാനം അങ്ങനെ തകർന്നു പോവും കേട്ടോ. എന്തൊക്കെ പറഞ്ഞേ? ഞാൻ അക്കരക്കാണ് പോകുന്നത്, അല്ലാണ്ട് ആ മേലേക്കല്ല ഞാൻ പോകുന്നത്. മനസ്സിലായോ? അല്ല എന്നാലും ചേട്ടൻ പോണ്ടേട്ടോ. അമ്മാവനും താടാ എന്ത് ഒരു ബോണ്ട
ഒന്ന് പോ ഞാൻ പോകണ്ടെന്നാ പറഞ്ഞത്. ആ